നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രഷർ ഉടമ ദീപു സോമന്റെ കൊലപാതകത്തിൽ 3 പേർ കസ്റ്റഡിയിൽ. ദീപുവിനെ കൊലപ്പെടുത്താൻ പ്രതി അമ്പിളി ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും നൽകിയ പാറശാല സ്വദേശി സുനിൽ കുമാറിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപക തിരച്ചിൽ തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുമായി അടുത്ത ബന്ധമുള്ള 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സുനിൽ കുമാറിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പ്രദീപ് ചന്ദ്രൻ, സുനിൽ കുമാർ പാർട്ട്ണറായ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമ, പാറശാല മഹാദേവൻ ക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് സെന്റർ ഉടമ എന്നിവരെയാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തത്. കൊല നടത്തുന്നതിനാൽ സർജിക്കൽ ഗ്ലൗസ്, ബ്ലേഡ്, വസ്ത്രങ്ങൾ എന്നിവ നൽകിയ സർജിക്കൽ സ്ഥാപനത്തിന്റെ പാർട്ട്ണറാണ് സുനിൽ കുമാർ. ഇയാൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ബന്ധങ്ങളുണ്ട്. സജികുമാർ പിടിയിലായതിനു തൊട്ടു പിന്നാലെ മൊബൈൽ ഫോൺ വീട്ടിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട ഇയാൾക്കായി അന്വേഷണ വിഭാഗം 4 സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത്. പ്രദീപ് ചന്ദ്രനെ വ്യാഴാഴ്ച വൈകിട്ട് തമിഴ്നാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നെയ്യാറ്റിൻകര പോലീസ് പിടികൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. നെയ്യാറ്റിൻകരയിലെ സ്ഥാപനത്തിൽ നടന്ന മദ്യപാനത്തിനിടെയാണ് സജികുമാർ കൊലപാതകം നടത്തുന്നതിനുള്ള ഗൂഢാലോചന നടത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഈ സമയത്ത് പ്രദീപ് ചന്ദ്രനുമായി ഉണ്ടായിരുന്നതായി സജികുമാർ തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിരുന്നു. കൊലപാതകത്തിന് 2 ദിവസം മുമ്പ് സുനിൽ കുമാറിന്റെ വാഹനത്തിൽ സജികുമാർ ഈ പ്രദേശത്തെത്തിയപ്പോൾ പ്രദീപ് ചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നതായി പോലീസ് സംശയിക്കുന്നു. സുനിൽ കുമാർ പാർട്ട്ണറായ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമയെ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി പ്രത്യേക അന്വേഷണ സംഘം പാറശാലയിലെ സ്ഥലത്തെത്തി പിടികൂടി. തൊട്ടു പിന്നാലെ മറ്റൊരു സംഘം പാറശാല മഹാദേവർ ക്ഷേത്രത്തിന് സമീപത്തെ സർവീസ് സെന്റർ ഉടമയെയും പിടികൂടി അന്വേഷണ സംഘത്തിന്റെ ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റി. പ്രതിക്ക് സർജിക്കൽ ഉപകരണങ്ങൾ നൽകിയ സ്ഥാപനത്തിനെതിരെ ഡ്രഗ് കൺട്രോൾ വിഭാഗവും കേസെടുത്തിട്ടുണ്ട്. മലയൻകീഴ് സ്വദേശി ദീപുവിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് വിൽപ്പന നടത്തിയ ബ്രദേഴ്സ് സർജിക്കൽ എന്ന സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. പ്രതി മലയം ചൂഴാറ്റുകോട്ട സ്വദേശി സജികുമാർ എന്ന ചൂഴാറ്റുകോട്ട അമ്പിളിക്ക് സർജിക്കൽ ബ്ലേഡ് നൽകിയ സ്ഥാപന ഉടമ സുനിൽ കുമാർ ഒളിവിലാണിപ്പോൾ. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗം പരിശോധന നടത്തിയത്. പാറശാലയ്ക്ക് പുറമെ നെയ്യാറ്റിൻകരയിലും ഇവരുടെ സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നു. ഇത് സ്ഥാപനങ്ങൾക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ അനധികൃതമായി വിൽപ്പന നടത്തിയതിനാണ് കേസ്. തിരുവനന്തപുരം അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഓഫീസിലെ ഇൻസ്പെക്ടർമാരായ എസ് അജി, മൈമൂൺ ഖാൻ, വി എൻ സ്മിത, എം പ്രവീൺ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. ദീപുവിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയതായി വ്യക്തമായിരുന്നു. കയ്യിൽ ഗ്ലൗസ് ധരിച്ച പ്രതി ചൂഴാറ്റുകോട്ട അമ്പിളി കാറിന്റെ പിൻസീറ്റിലിരുന്നാണ് കൃത്യം നടത്തിയത്. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ദീപുവിനെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് കഴുത്തിൽ മുറിവേൽപ്പിച്ചത്. പാറശാല സ്വദേശി സുനിലാണ് സർജിക്കൽ ബ്ലേഡും ഗ്ലൗസും അമ്പിളിക്ക് വാങ്ങി നൽകിയതും. ദീപുവിനെ കൊലപ്പെടുത്തിക്കഴിഞ്ഞാൽ കാറുമായി വന്നു കൂട്ടാമെന്ന് സുനിൽ ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നാണ് അമ്പിളി പോലീസിന് നൽകിയ മൊഴി. തുടർന്ന് കാറിൽ നിന്ന് ഇറങ്ങിയ അമ്പിളി കുഴിത്തുറയിലെ ഒരു കടയിൽ പോയി ഓട്ടോറിക്ഷ പിടിക്കാൻ സഹായം തേടി. എന്നാൽ അത് ലഭിക്കാതെ വന്നതോടെ ഇയാൾ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്നു. നേരെ വീട്ടിൽ പോയ പ്രതി ഇവിടെ പണം വെച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രം ഊരിയെടുത്ത് കത്തിച്ചു കളയുകയും ചെയ്തു. ബാഗിൽ നിന്ന് പണം മാറ്റിയ ശേഷം ബാഗും കത്തിയും വീടിനടുത്തുള്ള പുഴയിൽ വലിച്ചെറിഞ്ഞു. കത്തിച്ച വസ്ത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പ്രതിയുടെ വീടിനടുത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. മുണ്ടും ഷർട്ടും മാത്രം ധരിക്കുന്ന അമ്പിളിക്ക് ടീഷർട്ടും പാന്റും വാങ്ങി നൽകിയതും പാറശാല സ്വദേശി സുനിലാണ്. JCB വാങ്ങാൻ വലിയൊരു തുകയുമായി കോയമ്പത്തൂരിലേക്ക് പോകാനാണ് ദീപു വന്നത്. JCB ഓപ്പറേറ്ററുമായി കളിക്കാവിള സ്റ്റേഷൻ സമീപം നിൽക്കാമെന്ന് നേരിട്ട് കണ്ടാണ് ദീപുവിനോട് പ്രതി അമ്പിളി പറഞ്ഞത്. കളിക്കാവിളിയിലെത്തിയ ദീപു വാഹനം നിർത്തിയ ശേഷം അമ്പിളിയെ കാത്തുനിന്നു. പിന്നീട് ഇവിടെ എത്തിയ അമ്പിളി കാറിന്റെ പിൻസീറ്റിൽ കയറി ദീപുവിനെ ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തുകയായിരുന്നു. സജികുമാർ കൊലപാതകം നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.